തിരുവചന ഭാഗം വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 29 മുതൽ 33 വരെയുള്ള വാക്യം. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 29 മുതൽ. അനന്തരം അവർ പള്ളിയിൽ നിന്നിറങ്ങി യാക്കോബ് യോഹന്നാനുമായി ശിമയോന്റെയും അന്ത്രയോസിന്റെയും വീട്ടിൽ വന്നു. അവിടെ ശിമോന്റെ അമ്മായിയമ്മ പനി പിടിച്ചു കിടന്നിരുന്നു. അവർ അവളെക്കുറിച്ച് അവനോട് പറഞ്ഞു. അവൻ അടുത്തി വന്ന് അവളെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. പനി അവളെ വിട്ടുമാറി. അവൾ അവരെ ശുശ്രൂഷിച്ചു. 32-33. വൈകുന്നേരം സൂര്യൻ അസ്തമിച്ച ശേഷം അവർ സകല ദീനക്കാരിയും ഭൂതഗ്രസ്തരെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. പട്ടണമൊക്കെയും വാതിക്കൽ വന്നുകൂടിയിരുന്നു. മതി, ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല പിതാവ്, നല്ല സമയത്തിനായ സ്തോത്രം. ഞങ്ങളുടെ വചനത്തിലൂടെ ഞങ്ങൾ സംസാരിക്കണം, ഞങ്ങളെ ധൈര്യപ്പെടുത്തണം. പ്രിയ സുശ്രമച്ചിയുടെ കുടുംബത്തിനായി കുഞ്ഞുങ്ങൾക്കായി ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കേട്ടുള്ള യേശു ക്രിസ്തുവിന്റെ വലിയൊരു നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. അനന്തരം അവർ പള്ളിയിൽ നിന്നിറങ്ങി യാക്കോബ് യോഹന്നാനുമായിട്ട് ശിമയോന്റെ അന്ത്രയോസിന്റെ വീട്ടിൽ ചെന്നപ്പോൾ ശിമയോന്റെ അമ്മായിയമ്മ പനി പിടിച്ച് കിടക്കുകയായി. അവര് അവളെ കുറിച്ച്, പനി പിടിച്ച് കിടക്കുന്ന അമ്മായിമ്മയെ കുറിച്ച് കർത്താവിനോട് പറഞ്ഞു. നമ്മുടെ കർത്താവ് അവളെ അടുത്ത് അവളെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. പനി ആ സമയത്ത് അവളെ വിട്ടുമാറി. അതിനുശേഷം അമ്മായിയമ്മ അല്ലെങ്കിൽ അവൾ എഴുന്നേറ്റ് അവരെ ശുശ്രൂഷിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് സമയങ്ങൾ മുന്നോട്ട് പോവുകയാണ്. സൂര്യൻ അസ്തമിച്ചപ്പോഴത്തേക്ക് എല്ലാവരും അറിഞ്ഞു ഇങ്ങനെ യേശു വന്നിട്ടുണ്ടെന്നും പത്രോസിന്റെ അമ്മായിയമ്മ പനി പിടിച്ച് കിടപ്പിലായിരുന്നെന്നും മരുന്നുകളെല്ലാം കഴിച്ചിട്ടും ഒരു കുറവും വന്നില്ലെന്നും മരണക്കിടക്കയിലായിരുന്ന അമ്മായിയമ്മ, മരണക്കിടക്കയിലായിരുന്ന പത്രോസിന്റെ അമ്മായിയമ്മ. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, അമ്മായിയമ്മ കുറെ നാളുകളായിട്ട് അവിടെ താമസിക്കുന്ന ആളാണ്, പട്ടണം താമസിക്കുന്ന ആളല്ല. സുഖമാക്കുന്ന യേശു കർത്താവ് ആ ഭവനത്തിൽ വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കി. സൂര്യൻ അസ്തമിച്ചപ്പോൾ നാട് മുഴുവൻ അറിഞ്ഞവര് കർത്താവിന്റെ അടുക്കലേക്ക് സകലവിധ ദീനക്കാരി, പനി മാത്രമല്ല എല്ലാവിധമായ ദീനക്കാരിയും കർത്താവിന്റെ അടുക്കൽ കൊണ്ടുവന്നവരൊക്കെ കർത്താവ് സൗഖ്യമാക്കി. അങ്ങനെ പട്ടണം മുഴുവനും ഒക്കെയും, പട്ടണത്തിലെ ജനമൊക്കെയും പത്രോസിന്റെ ചെറിയ വീടിന്റെ മുറ്റത്ത് വന്നുകൂടിയിരുന്നു. നമ്മൾ ആ വേദഭാഗത്തെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. യേശു കർത്താവിന്റെ ഹൃദയത്തെ വെളിപ്പെടുത്തുന്ന ഒരു സംഭവമാണ്. യേശു കർത്താവിന്റെ ഹൃദയം നമ്മൾ കാണണം. ആമേൻ. യേശു കർത്താവിന്റെ രൂപം മാത്രമല്ല നമ്മൾ കാണേണ്ടത്, യേശു കർത്താവിന്റെ ഹൃദയം നമ്മൾ കാണണം. ഞാന് ഇപ്പോ നമ്മുടെ മുഖ്യമന്ത്രിയാകുന്ന വി ഡി സതീശൻ സാറ് എഴുതിയ ഒരു പുസ്തകം, ഞാൻ ഇന്ന് ആ പുസ്തകം വാങ്ങിച്ചു. ഞാൻ ആ പുസ്തകത്തെ കുറിച്ച് കേട്ടപ്പോൾ തന്നെ ഞാൻ ആ പുസ്തകം ഓർഡർ ചെയ്തിരുന്നു. പുസ്തകം ഇന്ന് വന്നു. ഞാനത് വായിക്കാൻ സമയം പൂർണ്ണമായിട്ട് കിട്ടിയില്ലെങ്കിൽ ഞാൻ കുറെ ഭാഗങ്ങളൊക്കെ മറിച്ചു നോക്കും. പ്രൈസ് ദി ലോർഡ്. അതിനകത്ത് യേശു കർത്താവിനെ കുറിച്ച് അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്ന കുറച്ച് ഭാഗങ്ങൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. പൂർണ്ണമായിട്ട് വായിക്കണം, സമയമെടുക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ കാര്യം, അത് യേശു കർത്താവിന്റെ ഹൃദയത്തെ വെളിപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തെ മഹാത്മാഗാന്ധിജി ഉൾപ്പെടെയുള്ള
പ്രിയമുള്ളവരൊക്കെ കർത്താവിലേക്ക് അടുപ്പിച്ചത്, അല്ലെങ്കിൽ യേശു കർത്താവിന്റെ ആരാധകരാക്കി മാറ്റുന്നത്. നമ്മൾ ആരാധകർ എന്ന് പറയുമ്പോൾ കൈയടിച്ചും സ്തുതിച്ചും നമ്മൾ ചെയ്യുന്ന പോലുള്ള ആരാധനയൊന്നുമല്ല ഞാൻ പറഞ്ഞത്. ആരാധകരാക്കി മാറ്റിയത് യേശു കർത്താവിന്റെ ഹൃദയം മനസ്സിലാക്കിയത് കൊണ്ടാണ്. യേശു കർത്താവിന്റെ നമ്മുടെ ആത്മീയ മണ്ഡലത്തിൽ പെന്തക്കോസ്ത് അനുഭവത്തിൽ നിൽക്കുന്ന ഓരോ ദൈവമക്കളും യേശു കർത്താവിനെ അറിഞ്ഞാൽ മാത്രം പോരാ, യേശു കർത്താവിന്റെ ഹൃദയം മനസ്സിലാക്കും. യേശു കർത്താവിന്റെ ഹൃദയം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഹൃദയപൂർവ്വം ആളുകളെ സ്നേഹിക്കാൻ കഴിയും. മറ്റുള്ളവരുടെ വേദനകൾ, മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ, മറ്റുള്ളവരുടെ നൊമ്പരങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ യേശു കർത്താവിന്റെ ഹൃദയം നമ്മൾ കാണണം. ഇത് കേവലപരമായിട്ടുള്ള ഒരു അത്ഭുതമായിട്ട് നമ്മൾ ഇതിനെ കാണരുത്. കേവലമായിട്ടുള്ള അത്ഭുതമായിട്ടല്ല നമ്മൾ ഈ സംഭവത്തെ വീക്ഷിക്കേണ്ടത്. യേശു കർത്താവ് ചെയ്ത അസംഖ്യമായ അത്ഭുതങ്ങളുണ്ടെങ്കിലും അവൻ ചുരുക്കം അത്ഭുതങ്ങൾ മാത്രമേ വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. കാരണം യേശു കർത്താവ് ചെയ്ത അത്ഭുതങ്ങളെക്കാൾ നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കുന്നത് യേശു കർത്താവിന്റെ ഹൃദയമാണ്. അപ്പൊ ദൈവമക്കൾ ആദ്യം മനസ്സിലാക്കേണ്ടത് യേശു കർത്താവിന്റെ ഹൃദയമാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, എനിക്ക് അവനെ ഒന്ന് അറിയണം. ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് ശബ്ദം കേട്ട് മുകളിലേക്ക് നോക്കി. അത്യുഗ്രമായ നട്ടുച്ച സമയത്തെ വെല്ലുന്ന വെളിച്ചം പൗലോസ് കണ്ടു. അവിടെ നിന്നുകൊണ്ട് പൗലോസ്, നീ ആരാണ് കർത്താവേ? അന്വേഷണം അവിടെ നിന്ന് ആരംഭിച്ച അന്വേഷണം. താൻ റോമൻ പട്ടാളക്കാരുടെ അവരുടെ വാളിന് മുമ്പിൽ ശിരസ് വെച്ച് കൊടുക്കുന്നത് വരെ ആ അന്വേഷണം, അവനെ അറിയാനുള്ള, നമ്മുടെ കർത്താവിനെ അറിയാനുള്ള ആഗ്രഹം, നമ്മുടെ കർത്താവിനെ അറിയാനുള്ള ത്വര ആരംഭിച്ചത് എവിടെ വെച്ചാ? ദമസ്കോസിന്റെ വാതിക്കൽ വെച്ചാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി കർത്താവിന്റെ വചനം നമ്മൾ കേൾക്കുമ്പോൾ കർത്താവിനെ അറിഞ്ഞു എന്നുള്ളതല്ല, ഇനിയും നമ്മുടെ കർത്താവിനെ അറിയണം. ഇനിയും നമ്മുടെ കർത്താവിനെ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഇനിയും നമ്മുടെ കർത്താവിന്റെ സ്നേഹം നമുക്ക് മനസ്സിലാക്കാനുണ്ട്. നമ്മുടെ കർത്താവിന്റെ സ്നേഹം നമുക്ക് മനസ്സിലാക്കിയാൽ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയും. കർത്താവിന്റെ സ്നേഹം മനസ്സിലാക്കിയാൽ നമുക്ക് മറ്റുള്ളവരെ ക്ഷമിക്കാൻ കഴിയും. നമുക്ക് മറ്റുള്ളവർ നമ്മളോട് എന്ത് ചെയ്താലും നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കുന്ന ഒരു ഹൃദയം, അവരെ മനസ്സിലാക്കുന്ന ഒരു ഹൃദയം നമുക്കുണ്ടാകുന്നത് യേശു കർത്താവിന്റെ സ്നേഹിക്കുന്ന ഹൃദയം. നമ്മുടെ കർത്താവിനെ കുറിച്ച് വചനം എന്താ പറയുന്നത്? അവസാനത്തോളം നമ്മുടെ കർത്താവ് സ്നേഹിച്ചു. നീ സ്നേഹിക്കാൻ ഒന്നുമില്ല. നമ്മുടെ കർത്താവിന്റെ സ്നേഹത്തിന്റെ നീളം, നമ്മുടെ കർത്താവിന്റെ സ്നേഹത്തിന്റെ വീതി, നമ്മുടെ കർത്താവിന്റെ സ്നേഹത്തിന്റെ ഉയരം, നമ്മുടെ കർത്താവിന്റെ സ്നേഹത്തിന്റെ ആഴം നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യം. ഇവിടെ രോഗിയായിരിക്കുന്ന സ്ത്രീയുണ്ട്, അവിടെ ഒരു വീടുണ്ട്, ആ വീട്ടിൽ പനി പിടിച്ചു കിടക്കുന്ന ഒരമ്മയുണ്ട്, ആ വീട്ടിൽ നിസ്സഹായതയുണ്ട്. മരുന്നുകൾക്ക് സൗഖ്യമാക്കാൻ കഴിയാത്ത, വൈദ്യന്മാർക്ക് സൗഖ്യമാക്കാൻ കഴിയാത്ത കഠിന ജ്വരം ബാധിച്ച് ഒരുപക്ഷെ മരണത്തെ മുഖാമുഖം കാണുന്നതായിരിക്കുന്ന ആ അമ്മച്ചിയുടെ റൂമിലേക്ക്, അമ്മച്ചി കിടക്കുന്ന കട്ടിലേക്ക് യേശു കർത്താവ് അടുത്ത് ചെല്ലുകയാണ്. വേണമെങ്കിൽ അടുത്ത റൂമിൽ ഇരുന്നുകൊണ്ട് സൗഖ്യമാക്കാൻ പറഞ്ഞാൽ സൗഖ്യമാകും. ഹല്ലേലൂയ. യേശു കർത്താവ് അടുത്ത് ചെന്നു. സ്തോത്രം. കനാവിലെ കല്യാണ വിരുന്നില് നമ്മുടെ കർത്താവ് ചെന്നിട്ട് പച്ചവെള്ളത്തിന്റെ അടുത്ത് നമ്മുടെ കർത്താവ് ചെന്നില്ല, കിണറിന്റെ അടുത്ത് ചെന്നില്ല. കർത്താവ് അവിടെ ചെന്നിട്ട് പറഞ്ഞത് വെള്ളം വീഞ്ഞാകട്ടെ എന്നും പറഞ്ഞില്ല. നമ്മുടെ കർത്താവ് പറഞ്ഞത് കിണറ്റിൽ നിന്ന് കോരി കൽപാത്രങ്ങളിൽ നിറച്ച് വിരുന്നുകാർക്ക് കൊടുക്കാനാണ്. അതിനകത്ത് എപ്പോഴോ സമയത്ത് എപ്പോ അത്ഭുതം നടന്നത് നമുക്കറിയില്ല. ദിവസത്തിന് അത് രേഖപ്പെടുത്തിയിട്ടില്ല. കോരിയ സമയം കൽപാത്രത്തിലേക്ക് ഒഴിച്ച സമയമാണോ, ഏതോ ഒരു സമയം അടുത്ത പച്ചവെള്ളം കോരി അടുത്ത പാത്രത്തിലേക്ക് പകരുന്ന സമയമാണോ, ഏതോ ഒരു സമയത്ത് പച്ചവെള്ളം വീഞ്ഞായി മാറി. കര ഉയർത്തുന്ന സ്തോത്രം ചെയ്താട്ടെ.
അതുപോലെ കർത്താവ് സൗഖ്യമാകട്ടെ എന്നൊന്നും പറഞ്ഞില്ല. അമ്മേ വേണമെങ്കിൽ ആ റൂമിൽ ഇരുന്നിട്ട് കർത്താവ് പറയാം, അമ്മേ അമ്മച്ചി അവിടുന്ന് എഴുന്നേറ്റട്ടെ എന്നൊന്നും കർത്താവ് പറഞ്ഞില്ല. കർത്താവ് ചെന്നിട്ട് കട്ടിൽ ആ റൂമിലേക്ക് എവിടെ കിടക്കുന്നത് ആ റൂമിലേക്ക് ചെന്നു. റൂമിലേക്ക് ചെന്നിട്ട് കട്ടിലടുത്തേക്ക് ചെന്നു. കട്ടിലടുത്തേക്ക് ചെന്നിട്ട് നോക്കിയെ കൈ നീട്ടി. എന്നിട്ട് അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അമേൻ. സൗഖ്യം പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന സമയത്ത് തന്നെ അവൾ സൗഖ്യം പ്രാപിച്ചു. കരകയറ്റുന്ന സ്തോത്രം ചെയ്താട്ടെ. നോക്കി, അവൾ പള്ളിയിൽ നിന്ന് ഇറങ്ങിയെന്നാണ് ദൈവം വായിക്കുന്നത്. പള്ളിയിൽ നിന്നിറങ്ങി. ആമേൻ. യേശു പള്ളിയിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് വരുന്നു. പ്രൈസ് ദി ലോർഡ്. പക്ഷെ പള്ളിയിൽ നടന്ന അത്ഭുതം ഇപ്പോൾ വീട്ടിൽ നടക്കുക. പ്രൈസ് ദി ലോർഡ്. നമ്മൾ അത്ഭുതം പ്രതീക്ഷിക്കേണ്ടത് പള്ളി മാത്രമല്ല, നമ്മുടെ സ്വന്തം ഭവനത്തിൽ അത്ഭുതം നടക്കുമെന്ന് നമ്മൾ വിശ്വസിക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പള്ളിയിൽ മാത്രമല്ല ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നത്. നമ്മുടെ ഭവനത്തിൽ, എന്റെ ഭവനത്തിൽ അത്ഭുതം ദൈവം പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. പള്ളിയിൽ അത്ഭുതം ചെയ്യാൻ കഴിയുന്ന നമ്മുടെ കർത്താവിന് എന്റെ വീട്ടിൽ അത്ഭുതം പ്രവർത്തിക്കാൻ കഴിയും. അവന്റെ രോഗത്തെ കർത്താവ് സൗഖ്യമാക്കിയെങ്കിൽ എന്റെ രോഗത്തെയും സൗഖ്യമാക്കാൻ കർത്താവിന് കഴിയും. അവളുടെ രോഗത്തെ കർത്താവ് സൗഖ്യമാക്കിയെങ്കിൽ എന്റെ രോഗത്തെ കർത്താവ് സൗഖ്യമാക്കാൻ കഴിയും. ആമേൻ. ആ അമ്മച്ചിയുടെ രോഗത്തെ സൗഖ്യമാക്കിയെങ്കിൽ എന്റെ രോഗത്തെ കർത്താവ് സൗഖ്യമാക്കാൻ കഴിയും. ഇതാണ് വിശ്വാസം എന്ന് പറയുന്നത്. പള്ളിയിൽ മാത്രമല്ല, വീട്ടിലും പ്രവർത്തിക്കുന്ന ദൈവം. പലർക്കും ദൈവം സഭയിലെ ദൈവം മാത്രമാണ്. പലർക്കും ദൈവസ്ഥാനത്തെ അനുഭവിക്കാൻ കഴിയുന്ന സമയം മാത്രമേ ഉള്ളൂ. വീട്ടിൽ ദൈവസ്ഥാനത്തെ അനുഭവിക്കാൻ കഴിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. മോനെ ജനറേറ്റർ ഓൺ ചെയ്യണേ. ആമേൻ. ജനറേറ്റർ ഓഫ് ചെയ്യണ്ട കേട്ടോ, കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകും. അപ്പോൾ ഞാനിത് സംസാരിച്ചുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും എന്നെ ശ്രദ്ധിക്കുക. ആമേൻ. സഭയിലെ ദൈവസാന്നിധ്യം വീട്ടിൽ അനുഭവിക്കാൻ കഴിയണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവ് നമ്മുടെ പ്രശ്നത്തിലേക്ക് വരണം. യേശു കർത്താവ് നമ്മുടെ ഭവനത്തിലേക്ക് വരണം. യേശു കർത്താവ് നമ്മുടെ പ്രശ്നത്തിലേക്ക് വരണം. യേശു കർത്താവ് നമ്മുടെ രോഗത്തിലേക്ക് വരണം. യേശു കർത്താവ് നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്ക് വരണം. യേശു കർത്താവ് കുടുംബത്തിനകത്തുള്ള എന്തെങ്കിലും കശവിഷയം ഉണ്ടെങ്കിൽ, കുടുംബത്തിനകത്ത് എന്തെങ്കിലും അനൈക്യത ഉണ്ടെങ്കിൽ, കുടുംബത്തിനകത്ത് എന്തെങ്കിലും ഒരു കലഹമുണ്ടെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ആ പ്രശ്നത്തിലേക്ക് യേശു കർത്താവ് വരണം. വീടാണെങ്കിൽ കടലിൽ മാത്രമല്ല കൊടുങ്കാറ്റ്, വീട്ടിനകത്തും കൊടുങ്കാറ്റുണ്ട്. അതുകൊണ്ടല്ല അടുക്കളയിലെ പാത്രമൊക്കെ മിസൈൽ പോലെ പറക്കുന്നത്. കാരണം പുറത്ത് കൊടുങ്കാറ്റ് വന്നു കഴിഞ്ഞാൽ പാത്രമൊക്കെ പറക്കും. ഇതുപോലെ വീട്ടിനകത്ത് എന്താ ഉണ്ടാവും? കൊടുങ്കാറ്റ് വരും. പക്ഷെ അതിലേക്കായി വരണം. നമ്മുടെ യേശു കർത്താവ് വരണം. യേശു കർത്താവിന്റെ പടകിലേക്ക്, പത്രോസിന്റെ പടകിലേക്ക് യേശു കർത്താവ്. അതുകൊണ്ട് പത്രോസിന്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചെന്നല്ല അതിനർത്ഥം. പത്രോസിന്റെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചിട്ടില്ല. പത്രോസിന്റെ പടക്, ഒഴിഞ്ഞു കിടക്കുന്ന പടകിൽ ആമേൻ എന്ത് വന്നു? അവിടെ മീൻ കൂടി, പടക് മുഴുവൻ നിറഞ്ഞു, അത്ഭുതങ്ങൾ കണ്ടു. പത്രോസ് കർത്താവിനെ അനുഗമിച്ചു. അവിടെ കൊണ്ട് പ്രശ്നങ്ങൾ തീർന്നില്ല. ഇനിയും പ്രശ്നങ്ങൾ ബാക്കി കിടക്കുകയാണ്. എന്താണ് പ്രശ്നങ്ങൾ ബാക്കി കിടക്കുന്നത്? അങ്ങ് ഭവനത്തിനകത്ത് ഈ അത്ഭുതങ്ങളെല്ലാം നടക്കുമ്പോഴും, പള്ളിയിൽ അത്ഭുതം കാണുമ്പോഴും, പള്ളിയിൽ ശുശ്രൂഷ അനുഭവിക്കുമ്പോഴും, പള്ളിയിൽ പ്രസംഗം കേൾക്കുമ്പോഴും, പള്ളിയിൽ കർത്താവിന് വേണ്ടി ശുശ്രൂഷയ്ക്ക് വേണ്ടുന്ന ഒരുക്കങ്ങൾ ആന്ത്രോസൊക്കെ നടത്തുമ്പോഴും, പ്രൈസ് ദി ലോർഡ്, പത്രോസിന്റെ ഭവനത്തിനകത്ത് പ്രശ്നങ്ങൾ മാറിയിരുന്നില്ല. കാരണം അമ്മായിയമ്മ വരി പിടിച്ചു കിടക്കുകയാണ്. ഹല്ലേലൂയ. പത്രോസ് പലപ്രാവശ്യം ചിന്തിച്ചു കാണും, എന്റെ അമ്മായിയമ്മ വരി പിടിച്ചു കിടക്കുകയാണ്, പ്രശ്നങ്ങൾക്ക് പരിഹാരം വന്നിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ഫോൺ ചെയ്ത് കാണും, ഫോണൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. എങ്കിലും ഞാൻ പറയുകയാണ്, ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു ചോദിച്ചു കാണും, എന്തൊക്കെയായി? ഹല്ലേലൂയ. നമ്മുടെ സ്വകാര്യ ഭാഷയിൽ പറയാ, എന്തൊക്കെയുണ്ട്, എങ്ങനെയുണ്ട്, അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? ഒരു കുറവുമില്ല, പനി കൂടിക്കൊണ്ടിരിക്കുക. ആമേൻ. പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോകണമെന്നൊക്കെയാണ് തോന്നുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോഴാ പത്രോസ് പറഞ്ഞു കാണും, കഴിഞ്ഞ ദിവസം ആശുപത്രി കൊണ്ടുപോയിട്ട് ഡോക്ടർമാർ പറഞ്ഞത് ഇനി വീട്ടിൽ കൊണ്ടുപോകാം. ആമേൻ. ആശുപത്രിയിൽ ഇതിന് മരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ വേദനയോടൊക്കെ ഇരിക്കുന്ന സമയത്തും പത്രോസ്, ചിന്ത കേട്ടോ, ഭാവന പറയുകയാണ്, പത്രോസിന്റെ വീട്ടിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വന്നിട്ടില്ല.
നമ്മുടെ യേശു കർത്താവിനെ സ്വീകരിച്ചിട്ടുമ്പോഴും നമ്മൾ ദൈവവചനം പറയുമ്പോഴും നമ്മൾ പ്രാർത്ഥിച്ച അനേകർക്ക് വിടുതലിന് വേണ്ടി ഇടിവ് നിൽക്കുമ്പോഴും നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം പലതിനും ഇതുവരെ വന്നിട്ടില്ല. എന്നാൽ യേശു കർത്താവ് നമ്മുടെ ഭവനത്തിലേക്ക് വരുന്നത് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരാനാണ്. കർത്താവ് വീട്ടിനകത്ത് കയറിയപ്പോഴും അസുഖം മാറിയില്ല. കർത്താവ് വന്ന് കസേര വന്ന് ഇരുന്നപ്പോഴും പ്രശ്നം മാറിയില്ല. നമ്മൾ മനസ്സിലാക്കണം, യേശു കർത്താവ് മുറ്റത്ത് വന്നു. മുറ്റത്ത് വന്നിട്ട് യേശു കർത്താവിന് നല്ല കസേരയൊക്കെ ഇട്ട് കൊടുത്തു. കസേരയ്ക്കകത്ത് ഇരുന്ന് കർത്താവ് വീട്ടിലെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. അപ്പോഴും പ്രശ്നങ്ങൾക്ക് പരിഹാരം വന്നിട്ടില്ല. പ്രശ്നത്തിന് പരിഹാരം വന്നിട്ടില്ല. അമ്മായിയമ്മ ഇപ്പോഴും രോഗക്കിടക്കുകയില്ല. അമ്മായിയമ്മ ഇപ്പോഴും പനി പിടിച്ച് കിടക്കുക. അമ്മായിയമ്മ ഇപ്പോഴും പാമേൻ എവിടെ കിടക്കുക? മരണത്തെ മുഖാമുഖം കണ്ട് കിടക്കുക. പ്രശ്നത്തിന് പരിഹാരം വന്നിട്ടില്ല. പണ്ടൊക്കെ ആളുകൾ ചോദിക്കും പനി വന്നാൽ മരിക്കുമോ എന്ന്. നമുക്കറിയാം ഇന്ന് പനി വന്നാൽ മരിക്കുമോ എന്ന് നമുക്കറിയാം. കഠിന ജ്വരം ബാധിച്ചെന്നാണ് മറ്റൊരു ഭാഗത്ത് നമ്മൾ വായിക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെ കർത്താവ് കസേരയിൽ ഇരുന്നിട്ടും വീട്ടിൽ വന്നിട്ടും സംസാരിച്ചിട്ടും ഒന്നും വിഷയക്ക് പരിഹാരം വന്നില്ല. എപ്പോഴാണ് വിഷയക്ക് പരിഹാരം വന്നത്? ഈ വ്യവഹാര കർത്താവിനോട് പറഞ്ഞു. അവര് പറഞ്ഞു നമ്മുടെ വിഷയങ്ങൾ കർത്താവിനോട് നമ്മൾ പറയണം. കർത്താവിന് അറിയാം. വീട്ടിനകത്ത് പത്രോസിന്റെ വീട്ടിൽ വരുന്നതിന് മുമ്പ് തന്നെ പത്രോസിന്റെ അമ്മായിയമ്മ പനി പിടിച്ച് കിടക്കുകയാണെന്ന് കർത്താവിന് അറിയാം. ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പത്രോസിന്റെ ഭവനത്തിലേക്ക് കർത്താവ് വന്നത്. നമ്മുടെ കർത്താവിന്റെ മുമ്പിൽ ഒന്നും മറന്നിരിക്കുന്നതില്ല. സകലവും വെളിവായി തെളിവായി നിൽക്കുകയാണ്. വ്യക്തി കർത്താവിന് മതിലല്ല. വ്യക്തി മൂലം കർത്താവിന് ഗ്ലാസാണ്, സുതാര്യമാണ്. പക്ഷേ കർത്താവിനോട് അവർ പറഞ്ഞു. അവിടെ ശിമയോന്റെ അമ്മായിയമ്മ പനി പിടിച്ച് കിടന്നിരുന്നു. അവർ അവളെ കുറിച്ച് അവനോട് പറഞ്ഞു. നമ്മുടെ കർത്താവ് അവിടെ എഴുന്നേറ്റു, അടുത്ത് ചെന്നു അവളെ കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. കര ഉയർത്തുന്ന സ്തോത്രം ചെയ്താട്ടെ. എന്ന് പറഞ്ഞാൽ യേശു കർത്താവ് വീട്ടിലേക്ക് വന്നത് മാത്രമല്ല, അവിടെ പ്രശ്നത്തിലേക്ക് വന്നു. ആ രോഗത്തിലേക്ക് വന്നു. രോഗസൗഖ്യമായി. നമ്മുടെ കർത്താവ് നമ്മുടെ പ്രശ്നത്തിലേക്ക് വരണം. നമ്മുടെ രോഗത്തിലേക്ക് വരണം. നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്ക് വരണം. നമുക്ക് തമ്മിൽ പരിഹരിക്കാൻ കഴിയാത്ത എന്തെങ്കിലും വിഷയങ്ങൾ കുടുംബത്തിനകത്തുണ്ടെങ്കിൽ ആ പ്രശ്നത്തിലേക്ക് വരണം. സഭയ്ക്കകത്ത് നമുക്ക് പരിഹരിക്കാൻ കഴിയാത്ത എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ സഭയ്ക്കകത്തേക്ക് ആ പ്രശ്നത്തിലേക്ക് കർത്താവ് വരണം. ശിമിയോന്റെ വീട്ടിൽ പ്രശ്നമുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ചിന്തിച്ചു നോക്കിയേ, ഒരാത്മീയ സത്യമുണ്ട്. പുറത്ത് ചിരിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളിലും മറഞ്ഞിരിക്കുന്ന ചില വേദനകൾ ഉണ്ടായിരിക്കും. പനി പിടിച്ച് അമ്മായിമ്മ കിടക്കുകയാണ്. എഴുന്നേക്കാൻ കഴിയുന്നില്ല, പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. ഞാൻ ചോദിച്ചോട്ടെ, അമ്മായിയമ്മയ്ക്ക് എന്തെങ്കിലും എഴുന്നേക്കാൻ പറ്റുമെങ്കിൽ യേശു കർത്താവിനെ കാണാൻ വേണ്ടി അമ്മായിയമ്മ എഴുന്നേക്കത്തില്ലേ? അല്ലേ? നമ്മുടെ വീട്ടിലേക്ക് ഒരു വിശിഷ്ട അതിഥി വന്നാൽ ആ വീട്ടിലെ പ്രിയങ്കരിയായിരുന്നു ഈ അമ്മായിയമ്മ. അമ്മേ, പ്രിയങ്കരിയായിരുന്നു. പത്രോസുമായിട്ട് ചേർച്ചയിൽ പോകുന്നതാണ്. അതുകൊണ്ടാണല്ലോ കർത്താവിനോട് പറഞ്ഞത്. ആ വീട്ടിൽ ഒരു നല്ല സ്ഥാനം ഉണ്ടായിരുന്നു പത്രോസിന്റെ അമ്മയ്ക്ക്. അല്ലെങ്കിൽ അവര് വിചാരിക്കത്തില്ല അവിടെ കാണും കിടന്നോട്ടെ, ചത്തുവാണെങ്കിൽ അത്ര ആശ്വാസമായില്ല എന്ന് ചിന്തിക്കില്ലേ? പക്ഷെ പത്രോസിന്റെ അമ്മായിയമ്മ ആ വീട്ടിലെ പ്രിയങ്കരിയായിരുന്നു. നാട്ടുകാർക്ക് പ്രിയങ്കരിയായിരുന്നു. അതുകൊണ്ടാണല്ലോ അമ്മയെ നാട്ടുകാർ മൊത്തം അറിഞ്ഞത്. അല്ലേ? അങ്ങനെയുള്ളതായിരിക്കുന്ന അമ്മ രോഗക്കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയാതെ കർത്താവ് വീട്ടിലേക്ക് വന്നെന്ന് അറിഞ്ഞു. കാരണം വീട്ടിലേക്ക് വന്നെന്ന് അറിഞ്ഞു. അല്പമെങ്കിലും ആശ്വാസമുണ്ടെങ്കിൽ എഴുന്നേറ്റ് വരും. ശുശ്രൂഷിക്കുവാൻ കഴിയാത്ത സാഹചര്യം, പനി ശരീരത്തെ തളർത്തിയിരിക്കുന്ന സാഹചര്യങ്ങൾ. പ്രിയമുള്ളവരെ, അങ്ങനെ ഒരു സാഹചര്യത്തിൽ എഴുന്നേക്കാൻ വയ്യാതെ കിടക്കുന്നതിന്റെ അടുത്തേക്ക് നമ്മുടെ കർത്താവ് ചെല്ലുകയാണ്. നീ നമ്മുടെ ആത്മീയ നിലയിലേക്ക് ചിന്തിച്ച്,
ഈ പനി ശരീരത്തെ മൊത്തം ബാധിക്കുന്നതാണ്. നമ്മുടെ ജീവിതത്തിനകത്ത് നിരാശ എന്ന് പറയുന്ന പനി ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തെ മൊത്തം ബാധിക്കും. ഇന്ന് പലർക്കും ആത്മീയ കാര്യങ്ങളിലുള്ള താല്പര്യം നഷ്ടപ്പെട്ടു പോകുന്നത് ദുഃഖത്തിൽ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ ചില പ്രിയമുള്ളവർ ദൈവത്തിന് അകന്നുമാകും. ക്രൂശിന്റെ അനുഭവങ്ങൾ വരുമ്പോൾ ഇട്ടിട്ടോടും. അത്ഭുതങ്ങൾ നടക്കുമ്പോഴും, അടയാളങ്ങൾ നടക്കുമ്പോഴും, അനുഗ്രഹങ്ങൾ ഉള്ളപ്പോഴും, നല്ല ദൂത് കിട്ടുമ്പോഴും ഒക്കെ യേശു കർത്താവിനെ സ്വീകരിപ്പാൻ ആളുകളുണ്ടാകും. പക്ഷെ ക്രൂശ് കാണുമ്പോൾ പലരും കർത്താവിനെ ഇട്ടിട്ടോടും. ക്രൂശിന്റെ അനുഭവങ്ങൾ വരുമ്പോൾ ക്രൂശ് പിടിക്കുന്ന യേശു കർത്താവിനെ വേണ്ട, അത്ഭുതങ്ങൾ ചെയ്യുന്ന യേശു കർത്താവിനെ മതി. 5 അപ്പവും 2 മീനും കൊണ്ട് അവൻ 10,000, 20,000, 30,000 ആളുകളെ പോഷിപ്പിക്കുന്ന കർത്താവിനെ മതി. പക്ഷേ ക്രൂശെടുക്കുന്ന കർത്താവിനെ വേണ്ട, ചമ്മട്ടിക്കൊണ്ട് അടികൊള്ളുന്ന കർത്താവിനെ വേണ്ട, വസ്ത്രം വലിച്ച് ഊരുന്ന കർത്താവിനെ വേണ്ട, ക്രൂശിമേ കിടക്കുന്ന കർത്താവിനെ വേണ്ട. പത്രോസിനെ പോലെ അവൻ അനേകം കർത്താവിനെ വിട്ടിട്ട് ഓടുമ്പോൾ, ഹല്ലേലൂയ, ദൈവത്തിന്റെ വൈദ്യുതി നിരാശയുടെ അനുഭവങ്ങൾ. ക്രൂശ് കണ്ടപ്പോൾ ആമേൻ അത്ഭുതങ്ങൾ ഒത്തിരി കണ്ട പത്രോസിന് നിരാശ വന്നതുകൊണ്ടല്ലേ കർത്താവിനെ തന്നെ പറഞ്ഞത്. പ്രയാസങ്ങൾ, അനുഭവങ്ങൾ വരുമ്പോൾ കർത്താവിനെ തന്നെ പറയരുത്. നിരാശയുടെ പനി, നിരാശ, പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ലെന്നുള്ള നിരാശ, വേദനയുടെ നിരാശ, ഭാരത്തിന് നിരാശ. പ്രിയമുള്ളവരെ, അതിന് ജ്വരം പോലെ ശരീരത്തെ ഇന്ന് രാത്രി തളർത്തുന്നെങ്കിൽ കർത്താവിനോട് പറയണം, കർത്താവേ ഞാൻ കിടക്കയിലാണ്. ഏത് കിടക്കയിലാണ്? നിരാശയുടെ കിടക്കയിലാണ്. ഓ ഹല്ലേലൂയ, എന്നെ അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കണമേ. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ആരുമില്ലെന്നൊരു തോന്നൽ ഇന്ന് രാത്രി ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, ആരുമില്ല എന്ന് തോന്നുന്നിടത്തേക്ക് യേശു കർത്താവ് നിന്റെ അടുത്തേക്ക് വരും. പ്രൈസ് ദി ലോർഡ്. പ്രിയരേ വരൂ, പ്രതികൂലമാകുമ്പോൾ, പ്രയാസവേളയിൽ പ്രിയരേ വരും, പ്രതികൂലമാകുമ്പോൾ തോളിലേറ്റിടും, പ്രയാസവേളയിൽ കണ്ടു ഞാൻ യാത്ര പൊന്നുനാഥൻ കൃപ, പൊന്മുഖം നൽകണേ ദാസരിൽ എത്ര നല്ലവൻ എന്റെ സുനായകൻ, ഏതു നേരത്തും എത്ര നല്ലവൻ എന്റെ സുനായകൻ. ചിലർക്ക് ഉണ്ടാകുന്ന പനി ഭയത്തിന്റെ പനിയാണ്. നാളെ എന്ത് സംഭവിക്കുമെന്നറിയാത്ത, നാളത്തെ കാര്യങ്ങളെ ഓർത്ത് നിരാശയിൽപ്പെട്ട് ഉള്ളിൽ ഭയം വെച്ച് കഴിയുന്ന ഒരനുഭവം ഉണ്ടെങ്കിൽ രാത്രി കർത്താവ് നിന്റെ അടുത്ത് വന്ന് നിന്നെ സൗഖ്യമാക്കും. പ്രൈസ് ദി ലോർഡ്. നാളത്തെ കുറിച്ച് എന്തിനാണ് നമ്മൾ വിഷമിക്കുന്നത്? നാളെ നമ്മൾ എവിടെയാണെന്ന് ആർക്കറിയാം? ഞാനിപ്പോ നമ്മുടെ ദൈവദാസിന് വേണ്ടി, ഒരു ദൈവദാസന്റെ നെറ്റിനെ ചേർക്കപ്പെട്ട ഒരു കർത്തദാസിന് വേണ്ടി, കർത്തദാസിന് വേണ്ടിയല്ല, അദ്ദേഹത്തിന്റെ കുടുംബത്തിന് വേണ്ടി നമ്മൾ ഇപ്പോൾ പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ ബോഡി എയർപോർട്ടിൽ വന്നിരിക്കുകയാണ്. നാളത്തെ കാര്യം ആർക്കറിയാം പ്രിയമുള്ളവരെ? നാളത്തെ കാര്യങ്ങൾ അറിയാവുന്ന ദൈവം മാത്രമേ ഉള്ളൂ. അടുത്ത നിമിഷം എന്താണെന്ന് നമുക്കറിയില്ല. നാളത്തെ ഭാവി ഓർത്ത് നീ വിഷമിക്കണ്ട. നിന്റെ നാളത്തെ ഭാവി അറിയുന്ന ദൈവമാണ്. നാളത്തെ ഭാവി ഓർത്ത് നീ ഭയപ്പെടണ്ട. ഭാവി ദൈവത്തിന്റെ കരങ്ങളിലാണ്. നിന്റെ ഭാവി ദൈവത്തിന്റെ കരങ്ങളിൽ, നിന്റെ കുഞ്ഞുങ്ങളുടെ ഭാവി ദൈവത്തിന്റെ കരങ്ങളിൽ,
നിന്റെ വീടിന്റെ ഭാവി ദൈവത്തിന്റെ കരങ്ങളിൽ, നിന്റെ സഭയുടെ ഭാവി ദൈവത്തിന്റെ കരങ്ങളിൽ. നീ ദൈവത്തിന്റെ കരങ്ങളിൽ ഇരിക്കുന്നിടത്തോളം, ദൈവം നിന്നെ വഹിക്കുന്നിടത്തോളം, ദൈവം നിന്റെ കരങ്ങളിൽ എടുക്കുന്നിടത്തോളം നിന്റെ ഭാവിയെ കോർത്ത് നീ വിഷമിക്കേണ്ട. എന്തെങ്കിലും ഭയം നിന്റെ അകത്തുണ്ടെങ്കിൽ ഇന്ന് രാത്രി കർത്താവിനോട് പറഞ്ഞാട്ടെ, ദാവീദ്, ഞാൻ ഭയത്തിന്റെ കാട്ടിൽ കിടക്കുകയാണ്, എനിക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല, എനിക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. ദാവീദ്, എനിക്ക് എഴുന്നേൽക്കണമെങ്കിൽ അങ്ങയുടെ കരം വേണം. ഞാൻ കിടക്കുന്നിടത്തെ കാണുമെന്ന് വരണേ, അങ്ങയുടെ കരം എന്റെ നേരെ നിന്ന് വരണേ. ആ കരത്തിൽ പിടിച്ച് എനിക്കൊന്ന് എഴുന്നേൽക്കണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇവിടെ ചിന്തിക്കുന്നത് ആത്മീയമായിട്ടാണ്. അപ്പൊ ചിലരെ നിരാശയുടെ പനി, ചിലർക്ക് ഭയത്തിന്റെ പനി, ചിലർക്ക് പാപത്തിന്റെ പനി. ചില പാപങ്ങളിൽ നിന്ന് മനുഷ്യന് രക്ഷപ്പെടാൻ കഴിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഏത് പാപത്തിന്റെ അവസ്ഥയിലാണെങ്കിലും നമ്മളെ രക്ഷിക്കാൻ കഴിയുന്ന കർത്താവ് നമ്മോട് കൂടെയുണ്ട്. കരങ്ങൾ ഉയർത്തുന്ന സ്തോത്രം ചെയ്താട്ടെ. നമ്മുടെ പാപത്തെ നമ്മളെ ഏറ്റുപറയാൻ തയ്യാറാണെങ്കിൽ നമ്മളെ ആ പാപത്തിൽ നിന്ന് കൈപിടിച്ച് ഉയർത്തി കുടന്റെ ചേറ്റിൽ നിന്ന് ക്രിസ്തുവാകുന്ന പാറയുടെ പുറത്ത് നിർത്താൻ, കുഴയാത്ത ചേറ്റിന്റെ പുറത്ത് നിർത്താൻ കഴിയുന്ന നമ്മുടെ കർത്താവുണ്ട്. അമേൻ. അടുത്തൊരു പനി മിക്കവാറും ആളുകൾക്കുള്ള പനിയാണ്. അമേൻ. ആ പനി വളരെ പ്രധാനം. ആ പനി മിക്കവാറുമുള്ള ആളുകൾക്കെല്ലാം ഉണ്ട്. അമേൻ. എന്ത് പനിയാണെന്നറിയാമോ? അസൂയയുടെ പനിയാണ്. നമുക്ക് ഉയരാൻ കഴിയാത്തതിന്റെ വിഷമം, നമുക്ക് അതിന് വിഷമം എന്താ അറിയാമോ? മറ്റുള്ളവരെ ഉയരുന്നതൊന്നും അല്ല വിഷയം, മറ്റുള്ളവർ നന്നാവുന്നതൊന്നും അല്ല വിഷയം. നമുക്ക് അവരെക്കാൾ ഉയരാൻ കഴിയാത്തതാണ് നമ്മുടെ വിഷയം. അവർ 2 നില വീട് വെക്കുന്നോ 3 നില വീട് വെക്കുന്നതോ ബെൻസുകാർ യാത്ര ചെയ്യുന്നതോ നമ്മുടെ വിഷയമല്ല. നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നത് അവർ വെച്ച വീടിനേക്കാൾ വലിയ വീട് നമ്മൾ വെക്കണം. ഇന്നത്തെ വീട് കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോ ഞാനും ബിന്ദുവും കൂടെ ഞാൻ സംസാരിച്ചു വന്നപ്പോ, ഞങ്ങള് പല കാലം സംസാരിച്ചു വന്ന വീടിനെ കുറിച്ചൊക്കെ സംസാരിച്ചു വന്നപ്പോ ഞാനും ബിന്ദുവും കൂടെ അതിനകത്തൊരു ചർച്ച ചെയ്യുന്നുണ്ടോന്നറിയാമോ? മറ്റുള്ളവരെ കണ്ടല്ല നമ്മൾ ജീവിക്കുന്നത്, മറ്റുള്ളവരെ അനുകരിച്ചല്ല നമ്മുടെ വീട്, മറ്റുള്ളവരെ അനുകരിച്ചല്ല നമ്മുടെ വീട്ടിലെ ഫർണിച്ചർ, മറ്റുള്ളവരുടെ അനുസരിച്ച് മറ്റുള്ളവരെക്കാൾ മെച്ചമായിരിക്കണം എന്നുള്ളതല്ല നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് മറ്റുള്ളവര് എന്തോ ആയിക്കോട്ടെ, മറ്റുള്ളവർ 50,000 രൂപയുടെയോ 2 ലക്ഷം രൂപയുടെയോ 10 ലക്ഷം രൂപയുടെയോ കസേരയും കുഷ്യനും ഒക്കെ വാങ്ങിച്ചാൽ നമ്മൾ അവരെ പോലെ എത്താൻ നമ്മൾ ശ്രമിക്കരുത്. കാരണം നമ്മൾ അതുപോലെ എത്താൻ ശ്രമിച്ചാലൊന്നും നടക്കില്ല. പ്രിയമുള്ളവരെ, കുറച്ച് കടബാധ്യതയിലായി തീരാവുന്ന മാത്രമേ ഉള്ളൂ. അപ്പോൾ അസൂയയുടെ ഒരു പനി അനേക കുടുംബങ്ങളെ തകർക്കുന്നത്, അനേകർ കടക്കെടിയിലാകുന്നത് മറ്റുള്ളവരെക്കാൾ എനിക്ക് ഉയരണം എന്നുള്ളൊരു ചിന്താഗതി കൊണ്ട്. അങ്ങനെ ആഗ്രഹം നല്ലതാണ്, പക്ഷേ അതിനേക്കാൾ അപ്പുറത്ത് അസൂയയുടെ ഒരു കണിയുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, പാപമാണ്. നമുക്കുള്ളതിലൊക്കെ സന്തോഷിച്ചു പോയാൽ നമുക്ക് സമാധാനത്തോടെ ജീവിക്കാം. നമുക്കുള്ളതിലൊക്കെ സന്തോഷിച്ചു പോയാൽ നമുക്ക് സമാധാനത്തോടെ ജീവിക്കാം. ഉണ്മാനും ഉടുക്കാനും മതിയെന്ന് തിരുവചനം പറയുന്നു. പക്ഷെ ഉണ്മാനും ഉടുക്കാനും പോരാ, നമുക്കൊരു ഫോണെങ്കിലും വേണം. ഫോൺ മാത്രമല്ല, യാത്ര ചെയ്യാൻ ഒരു ആട്ടോയെങ്കിലും നമുക്ക് വേണം. ഇതൊക്കെ നമ്മുടെ ചിന്താഗതിയാണ്. തീർച്ചയായിട്ടും ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതൊക്കെ ഒരു ആവശ്യമാണ്. ഞാൻ ഒത്തിരി യാത്ര ചെയ്യുന്ന ഒരാളാണ്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്റെ കാറ് ഞാൻ ഒരുപാട് യാത്ര ഉറക്കമൊക്കെ ഒഴിച്ചൊക്കെ ഒരുപാട് കിലോമീറ്ററുകൾ 10,000 കിലോമീറ്ററുകളൊക്കെ യാത്ര ചെയ്ത് തിരിച്ചു വരുമ്പോൾ എന്റെ കാറിന് സേഫ്റ്റി കൂടുതലാകണമെന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട്. അത് മാനുഷികമായിട്ട് നിലയിൽ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. ഇരുന്നാൽ വലിയ നടുവേദന വരാത്ത നിലയിലുള്ള ഒരു കാറാകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം മണിക്കൂർ കണക്ക് ഇത്രയും അത്യാവശ്യമൊക്കെ പ്രായമായി ശരീരത്തിന് ചെറുപ്പമൊക്കെ കഴിയുകയാണ്. ഈ കാലഘട്ടത്തിൽ അത്യാവശ്യമൊക്കെ ഇരുന്ന് വലിയ പ്രയാസങ്ങളൊന്നുമില്ലാതെ വണ്ടി ഓടിച്ചു പോകാനുള്ള ഒന്ന് വേണമെന്നൊരാഗ്രഹം എനിക്കുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, മറ്റുള്ളവരുടെ വാഹനത്തെക്കാൾ വലിയൊരു വാഹനം എനിക്ക് വേണമെന്ന് ആഗ്രഹിച്ചാൽ
എന്റെ ആവശ്യത്തെക്കാൾ വലിയ ഒരു ആഗ്രഹം എന്റെ ജീവിതത്തിൽ വന്നാൽ അതൊരു അസൂയ തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ നോക്കണം, ചിലർക്ക് നിരാശയുടെ പനി, ചിലർക്ക് ഭയത്തിന്റെ പനി, ചിലർക്ക് പാപത്തിന്റെ പനി, ചിലർക്ക് അസൂയയുടെ പനി. മറ്റൊരു പാപമാണ് ദൈവമക്കൾക്കുള്ള മറ്റൊരു പാപമാണ്. അപ്പൊ ദൈവമക്കൾക്ക് അസൂയ ഉണ്ടോ? ഞാൻ ചിന്തിക്കുന്നു ദൈവമക്കൾക്കും അസൂയ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് സന്തോഷത്തോടെ അടുത്ത പാത്രത്തിലെ സ്വർണ്ണ പാത്രത്തിനകത്ത് അവര് ബിരിയാണി കഴിക്കുന്ന കണ്ട് അവൻ അസൂയപ്പെടേണ്ട. അവനവന്റെ ചട്ടിക്കകത്ത് കഞ്ഞിയുള്ളെങ്കിലും അത് സ്വതന്ത്രം പറഞ്ഞ് കഴിച്ചാൽ ദൈവം ആ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തും. നമ്മുടെ ഞെരുക്കങ്ങളെ മാറ്റുന്ന, നമ്മുടെ സ്ഥിതികളെ മാറ്റുന്ന, നമ്മുടെ അവസ്ഥകൾക്ക് വ്യത്യാസം വരുത്തുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. കരങ്ങൾ ഉയർത്തി നമുക്കൊന്ന് സ്തോത്രം ചെയ്യാം. ചിലർക്ക് കോപത്തിന്റെ പനിയാണ്. കോപിക്കാം. എല്ലാ മനുഷ്യരും കോപം വരാറുണ്ട്. കോപമില്ലാത്ത മനുഷ്യരാരും. കോപം മനുഷ്യ സ്വഭാവമാണ്. പക്ഷെ കോപിച്ചാൽ പാപം ചെയ്യരുത്. കോപം പിണക്കമായിട്ട് മാറരുത്. കോപം വൈരാഗ്യമായിട്ട് മാറരുത്. കോപം പാരവപ്പായിട്ട് മാറരുത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് കോപങ്ങളൊക്കെ ഉണ്ടാകാം, സാധാരണമാണ്. മനുഷ്യ ശരീരത്തിൽ കോപമുണ്ട്. യെരൂശലേം ദേവാലയത്തിനകത്ത് ആമേൻ കള്ളന്മാര് അവിടെ ഗുഹയാക്കി മാറ്റിയപ്പോൾ നമ്മുടെ കർത്താവ് ചമ്പട്ടി ഉണ്ടാക്കി അവരെ അവിടെ നിന്ന് പുറത്താക്കി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷേ കർത്താവ് അത് പാപമായിട്ട് മാറിയില്ല. നമ്മുടെ കോപം നമ്മുടെ ശരീരം, നമ്മുടെ കുഞ്ഞുങ്ങൾ തെറ്റ് ചെയ്താൽ നമുക്ക് ചിലപ്പോൾ കോപം വരാം. പക്ഷെ കോപം പാപമായിട്ട് മാറുന്നത് ആമേൻ അത് മറ്റൊരു നിലയിലേക്ക് മാറുമ്പോഴാണ്. നമുക്ക് അവരെ ശകാരിക്കാം, നമുക്ക് അവരെ വഴക്ക് പറയാം. പക്ഷെ കോപത്തിൽ പിന്നീട് അതൊരു നമ്മുടെ കുഞ്ഞുങ്ങളോട് ആമേൻ ഒരു പിണക്കമായി മാറരുത്, ഒരു വൈരാഗ്യമായി മാറരുത്. നമ്മുടെ കുഞ്ഞുങ്ങളെ മനസ്സുകൊണ്ട് തിരസ്കരിക്കുന്ന അനുഭവം വരരുത്. കോപിക്കാം, പക്ഷെ പാപം ചെയ്യരുത്. പ്രൈസ് ദി ലോർഡ്. അത് വൈരാഗ്യമായിട്ട് പിണക്കമായിട്ട് മാറരുത്. ഒരാളോടൊരു പ്രയാസം ഉണ്ടായാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും വിശ്വാസം മാത്രമേ. ആമേൻ. പറയേണ്ട തെറ്റുകൾ നമ്മൾ ഒരാളോട് ഒരു വാക്ക് പറഞ്ഞാൽ നമ്മൾ തീർച്ചയായും നമ്മൾ പറയണം, നമുക്ക് ആമേൻ ഞാൻ പറഞ്ഞ വാക്ക് തെറ്റായി പോയി. നമുക്ക് ഏതൊരു മനുഷ്യനോട് നമുക്ക് ജീവിതത്തിൽ തെറ്റുപറ്റിയാൽ നമുക്ക് പറയണം, എനിക്ക് തെറ്റുപറ്റിപ്പോയി. അതുകൊണ്ട് ഒരു മനുഷ്യനും താഴ്മ ധരിക്കുന്ന ഒരു മനുഷ്യനും ഇന്ന് വരെ പരാജയപ്പെട്ടിട്ടില്ല. തെറ്റുകൾ അവൻ തെറ്റുപറ്റിയെന്ന് സമ്മതിക്കുന്ന ഒരു മനുഷ്യനും പരാജയപ്പെട്ടിട്ടില്ല. ചെയ്ത തെറ്റുകളെ ആമേൻ മുറുകെ പിടിച്ചുകൊണ്ട് ആ തെറ്റുകളെ ന്യായീകരിക്കുന്ന ആളുകൾ ഇടുങ്ങിയ മനസ്സുള്ളവരാണ്. അത് വിശാലതയുടെ അനുഭവത്തിലേക്ക് വരണമെങ്കിൽ, ക്രിസ്തുവിന്റെ മനസ്സിലേക്ക് വരണമെങ്കിൽ നമ്മുടെ തെറ്റുകൾ നമുക്ക് തന്നെ ബോധ്യം വന്ന് നമുക്ക് ആരോടെങ്കിലും നമ്മുടെ വാക്കുകൾ കൊണ്ടോ നമ്മുടെ പ്രവർത്തികൾ കൊണ്ടോ ഒരു പോരായ്മ ഉണ്ടെങ്കിൽ തെറ്റുപറ്റിപ്പോയെന്ന് സമ്മതിക്കുന്നിടത്താണ് നമുക്ക് വിശാല ഹൃദയം ഉണ്ടാകുന്നത്. ഭാര്യ ഭർത്താവിനോട് തെറ്റ് ചെയ്താൽ ആമേൻ ഭർത്താവിനോട് പറയണം, അച്ചായ എനിക്ക് തെറ്റുപറ്റിപ്പോയി. ഭാര്യയോട് തെറ്റ് ചെയ്താൽ ഭർത്താവ് ഭാര്യയോട് പറയണം, ആ കുഞ്ഞെ എനിക്ക് തെറ്റുപറ്റിപ്പോയി. ആമേൻ മാതാപിതാക്കൾ തെറ്റ് ചെയ്താൽ കുഞ്ഞുങ്ങളോട് പറയണം, എനിക്ക് ആ ഭാഗം ഞാൻ എടുത്ത തെറ്റ് അത് തെറ്റായി പോയി. പ്രൈസ് ദി ലോർഡ്. മാതാപിതാക്കൾ കുഞ്ഞുങ്ങളോട് പറയണം, മോളെ ഞാൻ എടുത്ത നിലപാട് തെറ്റായി പോയി. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ തെറ്റുകൾ സമ്മതിക്കുന്നിടത്താണ്, നിലത്താണ് നീരുറവയെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ തെറ്റുകൾ തുറന്ന് സമ്മതിക്കുന്നിടത്താണ് അവിടെ ദൈവകൃപയുടെ. തെറ്റുകൾ തുറന്നു പറയുന്നിടത്താണ് പരിശുദ്ധാത്മാവ്. ആരെങ്കിലും അവിടെ തെറ്റുകളെ മുറുകെ പിടിച്ചുകൊണ്ടിരുന്നാൽ, ക്ഷമിക്കാത്ത ഹൃദയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, പിണക്കത്തിന്റെ ഹൃദയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, ഞാൻ 100% ഉറപ്പോടുകൂടെ പറയാം, ആ ഹൃദയത്തിനകത്ത് പരിശുദ്ധാത്മാവില്ല. വെറുപ്പിന്റെ ആത്മാവാണ് അവിടെ ഉള്ളത്. പ്രൈസ് ദി ലോർഡ്. കണ്ണിന് പകരം കണ്ണും പല്ലിന് പകരം പല്ലുമുള്ള ആ പ്രമാണമാണ് ഇപ്പോഴും ആ മനസ്സിനകത്തുള്ളത്. പരിശുദ്ധാത്മാവുള്ള ഹൃദയത്തിനകത്ത് ക്ഷമിക്കുന്ന ഹൃദയം ഉണ്ടാകും. പരിശുദ്ധാത്മാവുള്ള ഹൃദയത്തിനകത്ത് സ്നേഹിക്കുന്ന അനുഭവം ഉണ്ടാകും. പരിശുദ്ധാത്മാവുള്ളിടത്ത് ഏത് തെറ്റും
പിതാവേ, കുടിയനായിരിക്കുന്ന ദൂർത്തപുത്രനായിരിക്കുന്ന ആ ചെറുപ്പക്കാരൻ സകലവും വിറ്റ് നശിപ്പിച്ച് അപ്പന്റെ ഭവനത്തിലേക്ക് വന്ന് അപ്പ എന്ന് വിളിക്കുന്നതിന് മുമ്പ് ഓടി വന്നവനെ ആമെ കെട്ടിപ്പിടിച്ച് ആ വാളവര കൊണ്ട് ആമെ വികൃതമായ പന്നിക്കാഷ്ടം കൊണ്ട് വികൃതമായ പന്നിമൂത്രം കൊണ്ട് വികൃതമായ ആമേൻ ഒരിക്കാമെ കഴുകാത്ത ആ ശത്രുള്ള ആ കുഞ്ഞു മനുഷ്യനെ, ആ ചെറുപ്പക്കാരനെ, അവൻ അപ്പനോളം വളർന്നതായിരിക്കുന്ന സ്വന്തം മകനെ ഇത്രമാത്രം തെറ്റുകൾ ചെയ്തിട്ടും ഓടി വന്ന് അവന്റെ വിയർപ്പ് നാറുന്ന അവന്റെ മുഖത്ത് ചുംബിച്ച് അവനെ കൊണ്ടുപോയി അവന് വിശേഷ വസ്ത്രങ്ങൾ കൊടുത്ത അപ്പന്റെ സ്നേഹമുണ്ടല്ലോ. അതാണ് കർത്താവിന്റെ സ്നേഹം, അതാണ് കർത്താവിന്റെ മനസ്സ്, അതാണ് കർത്താവിന്റെ ഹൃദയം. അത് നമ്മുടെ ആത്മീയ ജീവിതത്തിനകത്തില്ലെങ്കിൽ, നമ്മുടെ ആത്മീയ ജീവിതത്തിനകത്ത് അവൻ എന്തോ ഉണ്ടെങ്കിലും അതെല്ലാം പരാജയം. പാട്ട് കാണും, അന്യഭാഷ കാണും, പ്രാർത്ഥന കാണും, ഒരുപക്ഷെ പ്രസംഗം കാണും, ഒരുപക്ഷെ പ്രവചനം കാണും, അതെല്ലാം വ്യർത്ഥമാണ്. പക്ഷെ ക്ഷമിക്കുന്ന ഒരു ഹൃദയം നമുക്ക് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. കോപത്തിന്റെ പനി പുറത്ത് ജീവിച്ചിരിക്കുന്നത് പോലെ അകത്ത് തളർന്നു കിടക്കുന്ന ജീവിതം. അവർ അവളെ കുറിച്ച് യേശുവിനോട് പറഞ്ഞു. ഇതാണ് ഇടപെടൽ. അവൾക്ക് പറയാനുള്ള ശക്തിയില്ലായിരുന്നു. അവൾ കിടക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് വന്നിട്ട് കർത്താവിന്റെ അടുത്തേക്ക് വന്നിട്ട് എനിക്ക് പനിയാണ്, എനിക്ക് സൗഖ്യം വേണമെന്ന് പറയാനുള്ള ശക്തി അവൾക്കുണ്ടായിരുന്നില്ല. അവള് നമ്മൾ ശ്രദ്ധിക്കുന്നു. പക്ഷേ അവൾക്ക് വേണ്ടി പറയാൻ ആളുകൾ ഉണ്ടായിരുന്നു. കരമുയർത്തിയെന്ന് സ്തോത്രം ചെയ്താട്ടെ, കരമുയർത്തിയെന്ന് സ്തോത്രം ചെയ്താട്ടെ. തളർന്നു കിടക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അവർക്ക് വേണ്ടി ദൈവസ്ഥ ഇടിവ് നിൽക്കാൻ, അവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പറയാൻ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. നമ്മുടെ ഭവനത്തിനകത്ത് പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് പ്രിയമുള്ളവരെ. നമ്മുടെ ഭവനത്തിനകത്ത് നിരാശപ്പെട്ട് കിടക്കുന്നവരുണ്ട്. നമ്മുടെ ഭവനത്തിൽ കോപിക്കുന്നവരുണ്ടാകാം, നമ്മുടെ ഭവനത്തിൽ നിരാശപ്പെട്ട് കിടക്കുന്നവരുണ്ടാകാം. പക്ഷെ അവർക്ക് വേണ്ടി കർത്താവിനോട് പറയാനുള്ള ഒരു ഹൃദയം നമുക്ക് ആവശ്യമാണ്. കരങ്ങൾ ഉയർത്തിയെന്ന് സ്തോത്രം ചെയ്താട്ടെ. അവർക്ക് വേണ്ടി സംസാരിക്കാൻ, നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആര് സംസാരിക്കണം? നമ്മളാണ് സംസാരിക്കേണ്ടത്. നമ്മുടെ കുടുംബത്തിൽ ആര് സംസാരിക്കണം? നമ്മൾ സംസാരിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഭർത്താവിന് വേണ്ടി നമ്മൾ സംസാരിച്ചില്ലെങ്കിൽ നമ്മുടെ ഭർത്താവിന് വേണ്ടി മറ്റാരാ സംസാരിക്കുന്നത്? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ സംസാരിക്കുന്നില്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വേറെ ആരാ സംസാരിക്കുന്നത്? നമ്മുടെ ഭാര്യയ്ക്ക് വേണ്ടി നമ്മൾ സംസാരിച്ചില്ലെങ്കിൽ ആമേൻ ആരാ നമുക്ക് അവർക്ക് വേണ്ടി സംസാരിക്കുന്നത്? നമ്മുടെ സഭയിലെ കൂട്ടുവിശ്വാസികൾക്ക് വേണ്ടി നമ്മൾ ദൈവത്തിന് സംസാരിച്ചില്ലെങ്കിൽ നമ്മുടെ കൂട്ടുവിശ്വാസികൾക്ക് വേണ്ടി ആരാണ് സംസാരിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. നിരാശയിൽപ്പെട്ട് കിടക്കുന്ന, കഠിന ജ്വരം പിടിച്ച് കിടക്കുന്ന, തകർന്ന് കിടക്കുന്ന, തളർന്ന് കിടക്കുന്ന, ഭാരപ്പെട്ട് കിടക്കുന്ന, എഴുന്നേൽക്കാൻ കഴിയാതെ കിടക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി സംസാരിപ്പാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട് പ്രിയമുള്ളവരെ. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തി നമുക്കൊന്ന് സ്തോത്രം ചെയ്യാം. പ്രൈസ്. അവൾക്ക് പറയാൻ ശക്തിയില്ല, അവൾക്ക് കട്ടിലിൽ എഴുതാക്കാൻ ശക്തിയില്ല, അവൾക്കൊന്ന് എഴുന്നേറ്റ് വന്നിട്ട് കർത്താവേ എനിക്ക് സൗഖ്യം വേണമെന്ന് പറയാൻ അവൾക്ക് ശക്തിയില്ല. പക്ഷെ അവളുടെ അവസ്ഥ അറിഞ്ഞ്, അവളുടെ ഭാരം അറിഞ്ഞ്, അവളുടെ വേദന അറിഞ്ഞ്, അവളുടെ നൊമ്പരം അറിഞ്ഞ് ഹല്ലേലൂയ അവൾക്ക് വേണ്ടി സംസാരിപ്പാൻ ആ കുടുംബത്തിൽ ആളുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കുടുംബത്തിൽ നമ്മൾ സംസാരിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ സംസാരിക്കണം. ആരോട്? നമ്മുടെ കർത്താവിനോട് സംസാരിക്കണം. നമ്മുടെ ഭർത്താവിന് വേണ്ടി നമ്മൾ സംസാരിക്കണം. ആ ഒരു ഭാരം വേറെ ആർക്കും ഇല്ല പ്രിയമുള്ളവരെ. നമ്മുടെ ഭർത്താവ് ഒരു മദ്യപാനിയാണെങ്കിൽ, നമ്മുടെ ഭർത്താവ് ഒരു നല്ല ജീവിത നിലവാരം പുലർത്തുന്ന ആളല്ലെങ്കിൽ, നമ്മുടെ ഭർത്താവ് ദൈവസന്നിധിയിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരാളല്ലെങ്കിൽ, ഭർത്താവായിക്കോട്ടെ, ഭാര്യ ആയിക്കോട്ടെ, കുഞ്ഞുങ്ങളായിക്കോട്ടെ, ആ ഒരു ഭാരം മറ്റാർക്കും ഉണ്ടാവില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ അനുഭവിക്കുന്ന വേദന അത് മറ്റാർക്കും ഉണ്ടാകില്ല. ആമേൻ. ഹല്ലേലൂയ. ആ വേദന നമുക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ, ആ ഭാരം നമുക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രയാസം വന്നാൽ മാറിയിരുന്ന് പരിഹസിക്കാൻ ആളുകൾ കണ്ടേക്കാം. അല്ലെങ്കിൽ അവന്റെ കയ്യിലിരിപ്പ, അവിടെ കയ്യിലിരിപ്പ, അവൾ അങ്ങനെ ആയതുകൊണ്ട് അവളെ കൊച്ചങ്ങനെ ആയിപ്പോ എന്നൊക്കെ പറയാൻ ആളുകൾ കണ്ടേക്കാം. പക്ഷെ നമ്മുടെ കുഞ്ഞിനെ കുറിച്ച് ഓർക്കുന്ന ആ ഭാരം, നമ്മുടെ കുഞ്ഞിനെ കുറിച്ചുള്ള വേദന, നമ്മുടെ കുഞ്ഞിനെ കുറിച്ചുള്ള ഒരു നൊമ്പരം അത് മറ്റാർക്കും ഉണ്ടാകില്ല. മറ്റുള്ളവരെല്ലാം കാഴ്ചക്കാരാണ്, നമ്മൾ സ്പർശിച്ചറിയുന്നവരാണ്. നമ്മുടെ കുടുംബത്തിലുള്ളവരെ നമുക്കാണ് അറിയുന്നത്. നമ്മുടെ ഒപ്പം അത്താഴം കഴിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ ഒപ്പം അത്താഴം കഴിക്കുന്ന നമ്മുടെ ഭർത്താവ്, ഭാര്യ,
ആമേൻ, മാതാപിതാക്കൾ, ഇവര് നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം പുറത്തെ കാഴ്ചക്കാരാണ്. പക്ഷെ അകത്ത് വേദന അനുഭവിക്കുന്നത് നമ്മളാണ്. വിശ്വസിക്കുന്ന കഴിവൊക്കെ സ്തോത്രം ചെയ്ത ആര് സംസാരിക്കും കർത്താവിനോട്? ആര് സംസാരിക്കും? ആര് അവർക്ക് വേണ്ടി സംസാരിക്കും? നമ്മൾ മാത്രമേ അവർക്ക് വേണ്ടി സംസാരിക്കാനുള്ളൂ. അതുകൊണ്ട് ഇന്ന് രാത്രി നമ്മൾ പറയുന്ന, കർത്താവേ, എന്റെ കുഞ്ഞുങ്ങൾ വിശ്വാസത്തിൽ വന്നിട്ടില്ല, എന്റെ കുഞ്ഞുങ്ങൾ ഇന്ന് തകർന്നു കിടക്കുകയാണ്, എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരമൊന്ന് നീട്ടണേ. അവിടെ മദ്യപാനത്തിൽ നിന്ന് കർത്താവ് കരം പിടിച്ചു എഴുന്നേൽപ്പിക്കണേ. എന്റെ ഭർത്താവ് മദ്യപാനിയ, കരം പിടിച്ചു എഴുന്നേൽപ്പിക്കണേ. എന്റെ ഭാര്യയ്ക്ക് വിശ്വാസമില്ല, അവൾ ആത്മീയകാര്യങ്ങളെല്ലാം പുറകോട്ട്, കർത്താവ് കരമൊന്ന് പിടിച്ച് അവളെ എഴുന്നേൽപ്പിക്കണേ. അവൾ കിടക്കുന്ന സാഹചര്യത്തിലൊക്കെ 38 വർഷം തളർന്നു കിടക്കുന്ന ആ ഒരു മനുഷ്യൻ കുളക്കരയിൽ കിടക്കുമ്പോൾ അവനെ എന്റെ അടുക്കൽ കൊണ്ടുവരാന്നാണ് കർത്താവ് പറഞ്ഞത്. അവൻ കിടക്കുന്ന അടുത്തേക്ക് കർത്താവ് ചെന്നിട്ട് പറഞ്ഞു, നിന്റെ കിടക്ക എടുത്ത് നടക്കാം. അവൾ ഇവിടെ പത്രോസിന്റെ അമ്മായിയമ്മയെ കൈ പിടിച്ചെഴുന്നേൽപ്പിച്ച നമ്മുടെ കർത്താവ് അവന്റെ കൈ പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ടില്ല കേട്ടോ. അല്ലെങ്കിൽ എഴുന്നേറ്റ് നടക്കാനേ പറഞ്ഞുള്ളൂ. നമ്മുടെ കർത്താവിന്റെ ശുശ്രൂഷയുടെ വൈവിധ്യങ്ങൾ, നമ്മുടെ കർത്താവിന്റെ ശുശ്രൂഷയുടെ വ്യത്യസ്ത അനുഭവങ്ങൾ എത്ര ഭയങ്കരമാണ്. നമ്മുടെ കർത്താവ് ചെയ്യുന്ന ശുശ്രൂഷകൾ മറ്റൊരാൾക്ക് ചെയ്യുന്ന ശുശ്രൂഷ പോലെ അല്ല നമ്മുടെ കർത്താവ് ചെയ്യുന്നത്. ചെങ്കടലിൽ വടി നീട്ടാൻ പറഞ്ഞു, പക്ഷെ യോർദാനിൽ പെട്ടകമായിട്ട് ഇറങ്ങാൻ പറഞ്ഞു പുരോഹിതന്മാര്. ഏലിയാവ് പെട്ടകം എടുക്കാൻ പോയില്ല. ഏലിയാവ് പുതപ്പെടുത്തി യോർദാനെ അടിച്ചപ്പോൾ യോർദാൻ രണ്ടായി. തിരിച്ചിറങ്ങി വന്നപ്പോൾ അവൻ ഏലിയാവിന് ദൈവം എവിടെ എന്ന് പറഞ്ഞുകൊണ്ട് ഏലീശ പുതപ്പെടുത്ത് യോർദാനെ അടിച്ചപ്പോൾ യോർദാൻ രണ്ടായി. ഒരുവന്റെ കണ്ണിൽ ചേർന്ന് പൂശി ശിലോകുളത്തിൽ പോയി കഴുകാൻ പറഞ്ഞു. ഒരുവന്റെ കണ്ണിൽ തുപ്പി, ഹല്ലേലൂയ. ഒരുവന്റെ കണ്ണിൽ തൊട്ടിട്ട് നീ കാഴ്ച പ്രാപിക്കാന്ന് പറഞ്ഞപ്പോ അവൻ മനുഷ്യനെ മരങ്ങളെ പോലെ കണ്ടു. ആമീൻ എന്ന് പറഞ്ഞാൽ അത്രയും കാഴ്ച, പകുതി കാഴ്ച ലഭിച്ചുള്ളൂ. എനിക്ക് വലിയ സന്തോഷമുണ്ട് കേട്ടോ. ആമീൻ, നമ്മുടെ സഹോദരി സുലോചന എന്ന് പറയുന്ന സഹോദരി കോടിക്കട സഭയിലെ വിശ്വാസിയാണ്. ആമീൻ, കണ്ണിലെ ഞരമ്പുകളെല്ലാം മുറിഞ്ഞു പോയിട്ട് കാഴ്ചയില്ലായിരിക്കുകയായിരുന്നു. നമ്മളുടെ ചികിത്സയുടെ സഹായം കൊണ്ട് ഒരുപാട് പേര് വിദേശത്ത് നിന്ന് അയക്കി സഹായിക്കുകയൊക്കെ ചെയ്തു. രണ്ടാമത്തെ സമയത്താണ് നമ്മൾ അവരെ സഹായിക്കുന്നത്. കഴിഞ്ഞ ദിവസം ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ പോയി ആമീൻ, സൗഖ്യം പ്രാപിയൊക്കെ ഓപ്പറേഷൻ ചെയ്ത് കണ്ണ്, ഞാൻ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റേ ഇപ്പോൾ എനിക്ക് കാണാം. എനിക്ക് എത്ര സന്തോഷം തോന്നി. ഇപ്പൊ എനിക്ക് കാഴ്ചയുണ്ട്. ഞാൻ മരങ്ങളെ കാണുന്നത് പോലെ കാണുന്നു പറഞ്ഞപ്പോൾ അവൻ പകുതി കണ്ടു. പക്ഷേ അവൻ പൂർണ്ണമായിട്ട് കാണാമെന്ന് പറഞ്ഞപ്പോൾ അവന്റെ മനസ്സിലുണ്ടായിരുന്ന സന്തോഷം, ആ സുലോചന സഹോദരിക്ക് കാണാമെന്ന് പറഞ്ഞപ്പോൾ എന്റെ മനസ്സിലുണ്ടായ സന്തോഷം എത്ര വലുതാണെന്ന് അറിയാമോ? ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് വ്യത്യസ്തമായി പ്രവർത്തിക്കുന്ന നമ്മുടെ കർത്താവാണ്. ഞാൻ ഒരു സുധാകരനോട് പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ വീട്ടിൽ സംസാരിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ കണ്ടേക്കാം, പ്രാർത്ഥിക്കാൻ കഴിയാത്തവരുണ്ടാകാം, തകർന്നു പോയവരുണ്ടാകാം. പക്ഷെ ആരെങ്കിലും യേശുവിനോട് പറയാം, നിന്റെ കുടുംബത്തിൽ നിനക്കാണ് നീയോ, നീയാണെന്ന് പറയേണ്ടത്. കർത്താവ് എന്റെ മകനെ ഓർക്കണമേ, കർത്താവ് എന്റെ കുടുംബത്തെ സ്പർശിക്കണം. നമ്മൾ വിചാരിക്കും എല്ലാ വീടുകളും സന്തോഷമാണെന്ന്. ചിരിക്കുന്ന എല്ലാ വീടുകളും സന്തോഷത്തോടെ ഇരിക്കും നമുക്ക് വിചാരിക്കാം. ഒരു ഗ്രാമത്തിൽ എല്ലാവർക്കും അസൂയ തോന്നുന്ന ഒരു കുടുംബം ഉണ്ടായിരുന്നു. വലിയ വീട്, ആർഭാടകരമായിരിക്കുന്ന കാറ്, വീട്ടിൽ വരുന്നവരെ എല്ലാവരും ചിരിച്ചോണ്ട് സ്വീകരിക്കുന്നു. ആ വീട്ടിൽ പിതാവ് ആര് വന്നാലും തമാശയൊക്കെ പറഞ്ഞ് സന്തോഷിപ്പിക്കുന്ന, തമാശയൊക്കെ പറഞ്ഞ് എല്ലാവരും ചിരിപ്പിക്കുന്ന ഒരു പിതാവ്. അമ്മയെ എപ്പോഴും സന്തോഷത്തോടെ സംസാരിക്കുന്ന അമ്മ. അവളുടെ കുടുംബത്തെ കുറിച്ച് നാട്ടുകാരെ വരെ എത്ര സന്തോഷകരമായിട്ടാണ് ജീവിക്കുന്നത്. അവരുടെ കുടുംബത്തിനകത്ത് ദുഃഖം എന്നൊന്നുമില്ല. ഒരു ദിവസം ആ വീട്ടിലേക്ക്, അതിന്റെ വീടിനടുത്ത് ഒരു പുതിയ അയൽക്കാരൻ താമസത്തിന് വന്നു. അവരുടെ അമ്മയും ശ്രദ്ധിച്ചു. ആദ്യം അമ്മ കണ്ടപ്പോഴൊക്കെ സന്തോഷം, ഭയങ്കരമായ ചിരി, വളരെ എല്ലാവരും സന്തോഷത്തോടെ കാണുന്നു, വളരെ സന്തോഷം. പക്ഷേ ആ മനുഷ്യൻ ശ്രദ്ധിച്ചു, അയൽക്കാരൻ ശ്രദ്ധിച്ചു, രാത്രിയാകുമ്പോൾ ആ വീട്ടിൽ വല്ലാത്തൊരു നിശബ്ദതയാണ്. ആ രാത്രിയിൽ ആ വീട്ട് വല്ലാത്ത നിശബ്ദതയാണ്. ഒരു ദിവസം രാത്രിയിൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ മലയിൽ ഒറ്റയ്ക്കിരുന്ന് കരയുന്ന ആ പിതാവിനെ അയൽക്കാരൻ ഓടിച്ചെന്ന്
ആ പിതാവിനോട് ചോദിച്ചു, എന്താ ചേട്ടാ പ്രശ്നം? നിങ്ങളുടെ കുടുംബം എപ്പോഴും സന്തോഷത്തോടു കൂടിയല്ലേ കഴിയുന്നത്? നിങ്ങൾ ചിരിച്ച മുഖമല്ലാതെ മറ്റൊന്നും കാണുന്നില്ല. ഇപ്പോഴും വളരെ സന്തോഷമാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പക്ഷേ ആ കഴിയുന്നതായിരിക്കുന്ന, എല്ലാവരെയും ചിരിപ്പിക്കുന്നതായ, പുറത്തു നോക്കുമ്പോൾ സന്തോഷം വളരുന്നതായ ആ കുടുംബത്തിലെ ആ പിതാവ് കണ്ണുനീർ തുടച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, പ്രിയമുള്ള സഹോദര, പുറത്തുള്ളവർ കാണുമ്പോൾ ഞങ്ങൾ ചിരിക്കുന്നു. പക്ഷെ ആ ചിരിയുടെ പിന്നിൽ ഒരുപാട് ദുഃഖമുണ്ട്. ആ ദുഃഖം ആരും അറിയുന്നില്ല. എന്റെ മകൻ വർഷങ്ങളായി കിടപ്പിലാണ്. ഭാര്യയ്ക്ക് രോഗമുണ്ട്. കടബാധ്യത തലയ്ക്ക് മുകളിൽ നിൽക്കുകയാണ്. രാത്രി മുഴുവനും ഞങ്ങൾ ഉറങ്ങാതെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അയൽക്കാർ ചോദിച്ചു, ഇത്രയും ദുഃഖമുള്ളതായിരിക്കുന്ന നിങ്ങൾ പ്രൈസ് ദി ലോർഡ് എപ്പോഴും ചിരിക്കുന്ന എന്തിനാണ്? മറ്റുള്ളവരെ ചിരിക്കുന്ന എന്തിനാണ്? ചിരിപ്പിക്കുന്ന എന്തിനാണ്? അപ്പോൾ ആ എല്ലാവരെയും ചിരിപ്പിക്കുന്ന ആ മനുഷ്യൻ ഇപ്രകാരം പറഞ്ഞു, ഞാൻ കരഞ്ഞാൽ വീട്ടിലുള്ളവരൊക്കെ തകർന്നു പോകും. അതുകൊണ്ടാണ് ഞാൻ ചിരിക്കുന്നത്. എല്ലാവരെയും ചിരിപ്പിക്കുന്നവരുടെ ഉള്ളിൽ വല്ലാത്ത ഒരു വേദനയുണ്ട്. എല്ലാവരെയും ചിരിപ്പിക്കുന്ന പുഞ്ചിരിയോടുകൂടെ എല്ലാവരുടെ മുഖത്ത് നോക്കി ചിരിക്കുന്ന എന്റെ ഉള്ളിൽ ഒരു വേദനയുണ്ട്. എല്ലാവരും ചിന്തിച്ച് കാണുന്നത് എന്റെ എന്റെ കുടുംബത്തിലെ ചിരി മാത്രമാണ്. പക്ഷെ ആരോട് പറയാത്ത ചില വേദനകളുണ്ട്. എന്റെ ചിരികൾ, ഞങ്ങളുടെ ചിരികൾ ഞങ്ങളുടെ കണ്ണുനീര് തുടയ്ക്കാനുള്ള ഒരു ബോധുവടം മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഇങ്ങനെയുള്ള കുടുംബങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇതിന് വേദനിക്കുന്നവർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇതിന് ഭാരങ്ങൾ വഹിക്കുന്ന നമ്മുടെ സമൂഹത്തിലുണ്ട്. ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിന്റെ സ്ഥിതിയും ഇത് തന്നെയായിരിക്കാം പലരുടെയും. രാത്രി ഞാൻ പറയാം, യേശു കർത്താവ് നിന്റെ അടുത്ത് വന്നിട്ടുണ്ട്. നിന്റെ കുടുംബത്തിനകത്ത് വന്നിട്ടുണ്ട്. നിന്നെ ആശ്വസിപ്പിക്കുവാൻ, നിനക്ക് വേണ്ടി സംസാരിപ്പാൻ, നീ ആയിരിക്കുന്നതിന്റെ അവസ്ഥയിൽ നിന്ന് കൈപിടിച്ചു കേൾത്താൻ, തകർന്ന നിന്റെ കുടുംബത്തെ പണിയുവാൻ, തകർന്ന നിന്റെ കുടുംബത്തെ ഉയർത്തുവാൻ. പ്രൈസ് ദി ലോർഡ്. ഒരു കരം പോലും ഇല്ലെന്ന് വിചാരിച്ച് നിസ്സാരപ്പെടുമ്പോൾ പ്രിയമുള്ളവരെ, പത്രോസ് വള്ളത്തിൽ നിന്ന് ഇറങ്ങി പോകുകയാണ്. കർത്താവേ, നീയാകുന്നെങ്കിൽ ഞാനും വരട്ടെ. കർത്താവ് പറഞ്ഞു വരാൻ. പക്ഷേ കർത്താവ് കടലിന്റെ മുകളിലൂടെ നടക്കുകയാണ്. കടലിന്റെ മുകളിലൂടെ നടക്കുമ്പോൾ പത്രോസ് താണപ്പോൾ പത്രോസ് പുറകോട്ട് ചിന്തിച്ചു, നീന്തറിയാവുന്ന ഏതെങ്കിലും കൂട്ടുകാരൻ, തന്റെ കൂടെയുള്ള 11 പേരിൽ ആരെങ്കിലും 1-2 പേര് ഞാൻ മുങ്ങിത്താഴ്ന്ന് കാണുമ്പോൾ ഒന്ന് എടുത്തിയാടി എന്നെ ഒന്ന് രക്ഷിക്കാൻ വരും. കാരണം അവരുടെ കൂടെ ദൂരെ യാത്ര ചെയ്തതാണ്, പടകമുണ്ടായിരിക്കാൻ ഒരുമിച്ച് തുഴഞ്ഞതാണ്, ഒരുമിച്ച് കഷ്ടപ്പെട്ടതാണ്, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നവരാണ്, ഒരുമിച്ച് ആരാധിക്കുന്നവരാണ്, ഒരുമിച്ച് സ്തോത്രം പറയുന്നവരാണ്. പക്ഷെ ആരെങ്കിലും ഒന്ന് എടുത്ത് ചാടി വരും എന്നെ ഒന്ന് സഹായിക്കാൻ. പത്രോസ് 1-2 പ്രാവശ്യം വെള്ളത്തിൽ മുങ്ങിത്താണപ്പോൾ, ഗലീല കടലിന്റെ ആഴത്തിലേക്ക് മുങ്ങിത്താണപ്പോൾ പത്രോസ് പ്രതീക്ഷിച്ചവരാരും വന്നില്ല. പക്ഷേ ഒരു കരം പ്രിയരേ, ഒരു പ്രതികൂലമായപ്പോൾ, എല്ലാവരും മറന്നപ്പോൾ, എല്ലാവരും നോക്കി നിൽക്കുമ്പോൾ, അവനെന്ത് സംഭവിക്കുമെന്നറിയാൻ മറ്റുള്ളവർ കാത്തു നിൽക്കുമ്പോൾ, ഒരു കരം പത്രോസിന്റെ അടുത്തേക്ക് വന്ന് പത്രോസിനെ എടുത്തു ഉയർത്തി വെള്ളത്തിന്റെ മേൽ നിർത്തിയതുപോലെ ദൈവത്തിന്റെ കുഞ്ഞെ, യേശുവിന്റെ കരം നിന്നോട് കൂടെയുണ്ട്. യേശു കർത്താവിന്റെ കരം നിന്നോട് കൂടെയുണ്ട്. യേശു കർത്താവിന്റെ കരം നിന്നോട് കൂടെയുണ്ട്. നീ താഴ്ന്ന, നിന്നെ വിളിച്ചെങ്കിൽ വിളിച്ചവൻ വിശ്വസ്തതയുള്ളവനാണ്, ഉണ്മയുള്ളവനാണ്. അവൻ അന്ത്യം വരെ നിന്നെ കാക്കാൻ അവൻ ശക്തനാണ്. നിന്നെ വിളിച്ചവൻ ഉണ്മയുള്ളവനാണ്, നിന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്. നീ താണുപോകാൻ നിന്റെ ദൈവം സമ്മതിക്കുകയില്ല. നിന്നെ വിളിച്ചവൻ